നമസ്തേ. അന്നപൂർണ ജ്യോതിഷ ചാനലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 1200 ആണ്ട് ചിങ്ങമാസത്തില് കർക്കിടക രാശിക്കാരും ചിങ്ങൻ രാശിക്കാരും അനുഭവിക്കാൻ പോകുന്ന ചില ഫലങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ കർക്കിടക രാശിയിൽ പുണർത്തിക്കാല്, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാരാണ് കർക്കിടക രാശിയിൽ ജനിച്ചവര്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ വർഷം ഈ ചിങ്ങമാസം ഒരുമാതിരി ഗുണകരമായ സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ല സമയമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ധനപരമായിട്ടും വളരെയധികം നല്ല മാസമാണ്. സഹോദരന്മാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഗ്രഹത്തില് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുറച്ച് ഈശ്വരാധീനക്കുറവ് അനുഭവപ്പെടാം. ധനപരമായിട്ട് ചില വാക്കുതർക്കങ്ങളോ വഴക്കുകൾ അങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങൾ പരസ്പരം വരാം. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ച് വേണം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനായിട്ട്. എങ്കിലും സന്താനങ്ങളെ സംബന്ധിച്ച് വളരെയധികം ഐശ്വര്യമുള്ള ഒരു സമയമാണ്. സന്താനങ്ങളുടെ ജോലിക്കാര്യത്തിലൊക്കെ തീരുമാനം ആകാൻ ഒക്കുന്ന ഒരു സമയമാണ് ഈ ചിങ്ങമാസം മുതൽ. അതുപോലെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ദുർജനങ്ങളുമായിട്ട് ഇടപഴകാൻ ചില സാഹചര്യങ്ങൾ ഒത്തുവരും. അപ്പോൾ അത് അപവാദ വിഷയങ്ങളിലേക്ക് പോകാതെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ നക്ഷത്രക്കാർക്ക് അഷ്ടമശനി കാലമാണ്. ശനി 8ാം രാശിയിലേക്ക് നിൽക്കുന്നു. അപ്പോൾ കൃത്യമായിട്ടും ഇവർ ശാസ്താ ക്ഷേത്രത്തിലോ ഹനുമാൻ ക്ഷേത്രത്തിലോ മാസം തോറും നീരാഞ്ജനം നടത്തേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ദശാകാലങ്ങളനുസരിച്ച് പല പ്രായക്കാർക്ക് പല ദശാകാലങ്ങളായിരിക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള വഴിപാടുകൾ മാസം തോറും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് ചിങ്ങമാസത്തിൽ കർക്കിടക രാശിക്കാര് അനുഭവിക്കാൻ പോകുന്ന ഒരു സാമാന്യ ഫലങ്ങൾ. ഇനി ചിങ്ങൻ രാശിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ കൂറിൽ ജനിച്ചവർക്ക് കണ്ടകശനി കാലമാണ്. അപ്പോൾ ഈ കൂറിലുള്ളവർ മകം, പൂരം, ഉത്രത്തിക്കാല ഈ 3 നക്ഷത്രങ്ങളിൽ പിറന്നവരാണ് ചിങ്ങൻ രാശിയിലുള്ളവര്. ഇവർക്കും വിദ്യാപരമായിട്ടും ഒരുമാതിരി കുഴപ്പമില്ലാത്ത സമയമാണ്. സഹോദര ഗുണം കിട്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ പുതിയ വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെ കാര്യങ്ങൾ നടക്കാൻ ഒക്കുന്ന സമയമാണ്. അതുപോലെ വീടുകളുടെ പുനരുദ്ധാരണമൊക്കെ ചെയ്യാനും പറ്റിയ ചില സമയങ്ങളാണ്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നല്ല രീതിയിൽ മുന്നോട്ടുള്ള നീക്കം വരും. അപ്പോൾ അവർക്ക് അതായത് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ വിദ്യാഭ്യാസ കോഴ്സിലേക്കൊക്കെ ചേർക്കാവുന്ന സമയമാണ്. ഭാര്യാഗുണം കാണുന്നുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിനും ഭർത്താവിന് ഭാര്യ ചിന്തിക്കണം. അപ്പോൾ ഇണകളിൽ നിന്നുള്ള ഗുണഫലങ്ങൾ കാണുന്നുണ്ട്. വിവാഹാലോചനകളിൽ ചില താമസങ്ങൾ വേണമെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവർക്ക് കണ്ടകശനി കാലമാണ്. 7ാം രാശിയിൽ ശനി നിൽക്കുന്നത് കൊണ്ട് വിവാഹ തടസ്സങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വന്നു ചേരാം. ജോലിക്ക് ശ്രമിക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് അനുകൂല സമയമാണ്. പുതിയ ജോലിയിലേക്കൊക്കെ കയറാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുന്ന സമയമാണ്. ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഒരു 20-21 വയസ്സിന് ശേഷം 10-38 വയസ്സ് വരെ രാഹുർദശാകാലമാണ്. അപ്പോൾ ചിങ്ങൻ രാശിയിൽ പറഞ്ഞിരിക്കുന്ന ഈ ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ടും ഉത്തര നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ ഫലത്തിലേക്ക് വരികയില്ല. കാരണം എത്ര നല്ല സമയങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും രാഹുർദശാകാലം വന്ന് കയറിപ്പോയെങ്കിൽ ആ ഫലം പകുതിയായിട്ട് കുറയും. അപ്പോൾ അതുപോലെ തന്നെ അലച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വീഴ്ച, അതുപോലെ തന്നെ വിഷസ്പർശം, പൊള്ളലേൽക്ക, ഇതൊക്കെ രാഹുർദശയ്ക്കുള്ള ഫലങ്ങളാണ്. അപ്പോൾ അതിൽ കുറച്ച് ഫലങ്ങൾ ഇതിനകത്ത് ഇടകലർന്നു വരാം. അവർ കൃത്യമായിട്ടും നാഗക്ഷേത്ര വഴിപാട് മാസം തോറും ചെയ്യണം. രാഹുർദോഷശാന്തി പൂജയും നാഗപ്പാട്ടും ചെയ്തു കൊള്ളണം. അപ്പോൾ ഇത്രയുമാണ് ചിങ്ങരാശിക്കാര് അനുഭവിക്കാൻ പോകുന്ന ഫലങ്ങൾ. അപ്പോൾ ഇനിയും വീണ്ടും അടുത്ത സെഷനിൽ അടുത്ത 2 കൂറുകാരെ കുറിച്ചുള്ള ഫലങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.